ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഭർത്താവിന്റെ കയ്യിൽ നിന്നും കൊടിയ പീഡനമേറ്റിട്ടും കേസിന് പോയ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വീണ്ടും അതേ യുവാവിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു യുവതിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന അനുഭവമാണ്. കഴിഞ്ഞ മെയ് 5-നായിരുന്നു പന്തീരങ്കാവ് തെക്കേവള്ളിക്കുന്ന് സ്വദേശി രാഹുലിന്റെയും എറണാകുളം നൊച്ചിത്തറ സ്വദേശി നീമയുടെയും വിവാഹം നടക്കുന്നത്. വിവാഹശേഷം വധുവിന്റെ വീട്ടുകാർ വരന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളുമായാണ് ആ യുവതി മാതാപിതാക്കൾക്ക് മുൻപിലേക്കെത്തിയത്. ഭർത്താവിൽ നിന്നേറ്റ മർദ്ദനമാണെന്ന് മനസ്സിലായതോടെ യുവതിയുടെ വീട്ടുകാർ അപ്പോൾ തന്നെ സംഭവം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പ്രതിയായ രാഹുലിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് രാഹുൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് യുവതിയും അപ്പോൾ മൊഴി നൽകിയിരുന്നത്. ഭർത്താവ് ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തിൽ മുറുക്കിയെന്നുമൊക്കെ അന്ന് യുവതി പറഞ്ഞിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഭർത്താവ് തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോയിലൂടെയാണ് യുവതി രംഗത്തെത്തിയത്. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവായ രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും അന്ന് തനിക്ക് പക്വമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് യുവതി പറഞ്ഞത്. കുളിമുറിയിൽ വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു അപ്പോൾ യുവതിയുടെ വാദം. അച്ഛന്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയോടെ കള്ളം പറയേണ്ടി വന്നതെന്നും യുവതി വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം സ്വന്തം വീട് വിട്ടിറങ്ങിയ യുവതി വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് തനിക്ക് പരാതിയില്ലെന്നും ഭർത്താവ് രാഹുൽ പി ഗോപാലിനൊപ്പം ജീവിക്കണമെന്നും കാണിച്ചാണ് യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി രാഹുലിനെതിരായ കേസ് റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതേ യുവതിയെ തന്നെ മർദ്ദനമേറ്റ നിലയിൽ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് പരിക്കുകളോടെ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. യുവതിയെ ആശുപത്രിയിലാക്കി മുങ്ങിയ ഭർത്താവ് രാഹുലിനെ പാലാഴിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് രാത്രിയാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവുകളുണ്ടെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. എറണാകുളത്തു നിന്നും മാതാപിതാക്കൾ എത്തിയാൽ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ സൗകര്യം നൽകണമെന്നും യുവതി ആവശ്യപ്പെട്ടതായും പോലീസ് പറയുന്നു. എന്തായാലും പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.